നമുക്ക് അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല. അത്രയധികം ക്രൂരതയാണ് റഫേൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആ ആക്രമണത്തിനെതിരെ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ പ്രതിഷേധിക്കുന്നത്? ദിവ്യ, റഫേലെ അഭയാർത്ഥി ടെന്റുകൾക്ക് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45 പിന്നിട്ടിരിക്കുന്നു. ഇതിലധികവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വിഭാഗമാണ്. ഈ ഒരു സംഭവത്തിനെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോഴും റഫേൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണവും അതുപോലെ തന്നെ അറസ്റ്റും മറ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള നടപടികൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് നെതന്യാഹു ഒഴിയാനുള്ള ഒരു രീതിയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ലോകരാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക നടുക്കം രേഖപ്പെടുത്തുകയും അതിനൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ ഈ ഒരു യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറിയും ഈ ഒരു സംഭവത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ റഫേലെ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ടെൻറ്റുകളിലാണ് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനോട് ചേർന്നാണ് ഐക്യരാഷ്ട്രസഭ നേരിട്ട് നടത്തുന്ന അഭയാർത്ഥി ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ യുദ്ധം പാടില്ലെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ളൊരു വ്യോമാക്രമണം പാടില്ലെന്നുള്ള ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒരു ഉത്തരവും റഫേൽ യുദ്ധം പാടില്ലെന്ന് പറഞ്ഞ് നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോഴും അവിടെ അത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹമാസ് പോരാളികളെ ലക്ഷ്യം വെച്ചുള്ളൊരു ആക്രമണമായിരുന്നു എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും തടി ഊരാനുള്ള ഒരു ഉദ്ദേശമാണ് ഇസ്രായേൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോകരാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, അറബ് ലീഗ് ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഖത്തർ പറയുന്നു മധ്യസ്ഥ ചർച്ചകൾ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന തരത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ അയർലൻഡും സ്പെയിനും നോർവേയും ഇന്ന് പലസ്തീനെ രാജ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഒരു വാർത്ത കൂടി ഇന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിനൊപ്പം ഇസ്രായേലിൽ പല മേഖലകളിലേക്കും ലെബനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ള പോരാളികളുടെ ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണം ഇസ്രായേൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ദിവ്യ.